CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നലത്തെ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി പി മോഹനനും പിണറായി വിജയനും മറുപടി പറഞ്ഞിട്ടുണ്ട്. പുതിയ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും ഇന്ന് തിരഞ്ഞെടുക്കും. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് അനൽക സേതാണ്. അനൽക, ഗുഡ് മോർണിംഗ്. നിലവിൽ 3 പേരാണ് പരിഗണനയിൽ. മെഹബൂബ്, കെ ദിനേശൻ, എം ഗിരീഷ്, ഇവരൊക്കെയാണ് പ്രദീപ് കുമാർ MP, ഇവരൊക്കെയാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ആരിലേക്ക് ഈ ചർച്ചകൾ എത്തിച്ചേരുമെന്നതിലാണ് ആകാംക്ഷ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അതായത് CPM-ന്റെ സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതായത് ഇന്നലെ 5.5 മണിക്കൂർ നീണ്ട ഈ പൊതുചർച്ചയിൽ അതിൽ വന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി പി മോഹനനും മറുപടി പറഞ്ഞു. അതിൽ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മെക്സവൻ വിവാദവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി മോഹനൻ അനാവശ്യ വിവാദം വിളിച്ചു വരുത്തിയെന്നൊരു വിമർശനവും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും 3 ടൈം പൂർത്തിയാക്കിയിട്ടുള്ള പി മോഹനൻ ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറും. അതിന് പകരമായിട്ട് 4 പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതായത് ഒന്ന് കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പി മെഹബൂബ്, അതോടൊപ്പം തന്നെ KSKUT സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ ദിനേശൻ, പിന്നെ അതോടൊപ്പം തന്നെ ഈ മുൻ DYFI നേതാവ് കൂടിയായിട്ടുള്ള എം ഗിരീഷ്, പിന്നെ നമ്മുടെ കോഴിക്കോട് നോർത്ത് MLA കൂടിയായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി പ്രദീപ് കുമാർ എന്നിവരാണ് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 4 പേർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് പി മെഹബൂബാണ്. അതോടൊപ്പം തന്നെ മറ്റ് 3 പേരുകളും ഇതോടൊപ്പം തുല്യ സാധ്യതയോട് കൂടിയിട്ട് പരിഗണിക്കപ്പെടാവുന്ന പേരുകളാണ്. ഇതിൽ നിലവിൽ പി പ്രദീപ് കുമാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള പി മെഹബൂബ് ഈ കഴിഞ്ഞ ചേവായർ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിൽ തന്ത്രങ്ങൾ, അതായത് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ വിജയിപ്പിക്കാനുള്ള അതിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് പി മെഹബൂബാണ്. അതോടൊപ്പം തന്നെ ഈ കെ ദിനേശൻ ഈ കോഴിക്കോട് ജില്ലക്കകത്തെ DYFIയുടെ മുൻ നേതാവായിരുന്നു. കൂടാതെ കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അതായത് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് DYFI സമാപിക്കും. ആരിലേക്ക് ചർച്ച എത്തിച്ചേരും? ഇനി ആരാണ് സെക്രട്ടറി പദത്തിലേക്ക് വരിക, പരിഗണിക്കപ്പെടുക? ആ കാര്യങ്ങളിലാണ് ഇനി ചർച്ചകൾ നിൽക്കുന്നത്.